ഗുഡ് ഈവനിങ് ഡിയർ ആസ്പിറൻസ്. അനന്ത AS അക്കാഡമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിസ് സെഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ഫസ്റ്റ് ആർട്ടിക്കിളിലേക്ക് പോകാം. ഫസ്റ്റ് ആർട്ടിക്കിൾ ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത് എഡിറ്റോറിയൽ സെഷൻ ആണ്, റിലേറ്റഡ് ടു ഇന്ത്യസ് എക്സ്പോർട്ട്. ഇന്റർനാഷണൽ എക്കണോമിക്സിൽ വരുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ഓക്കെ, നമ്മൾ പലപ്പോഴായിട്ട് നമ്മളുടെ കറന്റ് അഫയേഴ്സ് ഡിസ്കഷനിൽ ഇന്ത്യയുടെ എക്സ്പോർട്സിനെ കുറിച്ചിട്ടും എക്സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, കറന്റ് അക്കൗണ്ട്, ബാലൻസ് ഓഫ് പേയ്മെന്റ്, ദെൻ എന്താണ് ക്യാപിറ്റൽ അക്കൗണ്ട് കൺവേർട്ടബിലിറ്റി, ഇതിനെക്കുറിച്ചെല്ലാം റീർ, നീർ, വോസ്ട്രോ അക്കൗണ്ടുകളെ കുറിച്ചിട്ടൊക്കെയും നോസ്ട്രോ അക്കൗണ്ടുകളെ കുറിച്ചെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടോ നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം? സോ മൈ ഫേവറേറ്റ് ഏരിയ ഈസ് ഓൾസോ ദ ഇന്റർനാഷണൽ എക്കണോമിക്സ് ഒക്കെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏരിയകളിൽ ഒന്ന് വരുന്നത്. ഓക്കെ, പലരും ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്ന ചാപ്റ്ററുകളൊക്കെയാണത്, എന്നാലും കുഴപ്പമില്ല. ഓക്കെ, സോ ഇന്ന് പത്രത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇന്ന് പത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് പെർട്ടിക്കുലർലി നമ്മളുടെ ട്രേഡ് ഡെഫിസിറ്റ് ഇൻക്രീസ് ചെയ്തിരിക്കുകയാണ്. ഓഫ് കോഴ്സ് ഇൻക്രീസ് ചെയ്യും. കാരണം എന്താണ്? USA താരിഫ് അടിച്ചു തന്നിരിക്കുകയായിരുന്നു. 25%, 50% എന്നൊക്കെ പറഞ്ഞ് താരിഫുകൾ ഇങ്ങനെ തലക്കും വിലങ്ങും അടിച്ചു തന്നിരിക്കുകയായിരുന്നു ഓഗസ്റ്റ് മാസത്തിലൊക്കെ. സോ അതിന്റെ ഒരു റിഫ്ലക്ഷൻ ആണ് ഇപ്പോ കറന്റ് വന്നുകൊണ്ടിരിക്കുന്നത്. സോ ഇന്നത്തെ ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ മാസങ്ങളിലേക്ക് ഡാറ്റ ആയിരിക്കും. ഓക്കെ, മനസ്സിലായത്? കഴിഞ്ഞ മാസങ്ങളിൽ സംഭവിച്ചതിന്റെ ഒരു റെപ്ലിക്കേഷൻ ആണ് ഇപ്പോഴത്തെ ഡാറ്റ ആയിട്ട് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. സോ ഇതെല്ലാം കാരണം, പ്രധാനപ്പെട്ട കാരണങ്ങൾ ഹിന്ദു തന്നെ എടുത്തു പറയുന്ന ഒന്ന് രണ്ട് കാരണങ്ങളുണ്ട്. ഓഫ് കോഴ്സ് ഒന്ന് US-ന്റെ എന്താണ് ടാരിഫ് പോളിസീസ് ആണ്. സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഇൻക്രീസിങ് പ്രൈസ് ഓഫ് ഗോൾഡ് ആൻഡ് സിൽവർ. എന്തുകൊണ്ടാണ്, നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഗോൾഡിനും സിൽവറിനും ഇപ്പൊ കറന്റ് പ്രൈസ് കൂടിക്കൊണ്ടിരിക്കുന്നത്? ഗോൾഡിന് ഇപ്പോ 1 ലക്ഷം ടച്ച് ചെയ്യാനൊക്കെ ആയി. ബോബി ചെമ്മണ്ണൂർ ഡാൻസ് കളിക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ FB-യിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ കണ്ടിട്ടുണ്ട്. സോ വാട്ട് ക്രിയേറ്റ്സ് ദിസ് ഡിമാൻഡ് ഫോർ ഗോൾഡ്? കല്യാണങ്ങൾ കൂടുന്നത് കൊണ്ടാണോ ഗോൾഡിന്റെ പ്രൈസ് കൂടുന്നത്? അല്ലെങ്കിൽ എക്കണോമിക്സ് പഠിക്കുന്ന ഒരാളെ പോലെ ചിന്തിച്ച് എന്തുകൊണ്ടായിരിക്കും ഗോൾഡിന്റെ പ്രൈസ് കൂടാനായിട്ടുള്ള കാരണം? ഒന്നാമത്തെ കാരണം, പ്രൈസ് കൂടണമെങ്കിൽ ബേസിക് എക്കണോമിക്സിൽ എന്താണ്? ഡിമാൻഡ് കൂടണം. ആര് ഗോൾഡ് ഡിമാൻഡ് ചെയ്യുന്നു? നാട്ടിലെ അമ്മാവന്മാര്, ബ്രോക്കർമാര് കല്യാണം കൂടുതൽ കഴിക്കുന്നതിന് വേണ്ടിയിട്ട് ഗോൾഡ് കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണോ ഗ്ലോബൽ മാർക്കറ്റിൽ ഗോൾഡിന്റെ ഡിമാൻഡ് കൂടുന്നത്? അല്ല. ഗോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലക്ച്വേഷൻസ് ഏറ്റവും കുറവുള്ള ഒരു അസറ്റ് ആണ്. സോ വേൾഡ് ബാങ്കുകൾ അടക്കം ലോകത്തിന്റെ എല്ലാ റിസർവ് ബാങ്കുകളും സെൻട്രൽ ബാങ്കുകളും ഇപ്പോ എന്താണ്, ഡോളറിന് ഒരു ഫ്ലക്ച്വേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഡോളർ പെരിഫറൽ ആയിട്ടൊന്ന് നീങ്ങും എന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ, ഇവര് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് എന്തിൽ ഇൻവെസ്റ്റ് ചെയ്യും? ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യും. റിസർവ് ബാങ്കിന്റെ റിസർവുകൾ ഗോൾഡുകളിൽ സൂക്ഷിച്ചിരിക്കുന്ന റിസർവുകളുണ്ട്. ഇതേപോലെ ഓരോ സെൻട്രൽ ബാങ്കുകളും കൂടുതൽ ഗോൾഡ് ഡിമാൻഡ് ചെയ്തു തുടങ്ങി. ചൈനയ്ക്കൊക്കെ തന്നെ ഓരോ പോളിസി ഉണ്ട്, ഡി ഡോളറൈസേഷൻ എന്ന് പറയുന്ന പോളിസീസ്. സോ ഇതെല്ലാം കാരണം എന്താണ്? കുറച്ചും കൂടി ഹൈലി റിലയബിൾ ആയിട്ടുള്ള അസറ്റുകളിലേക്ക്, ഓഫ് കോഴ്സ് ഈസ് ഗോൾഡിലേക്ക് റിസർവ് ബാങ്കുകളും സെൻട്രൽ ബാങ്കുകളും മാറാനായിട്ട് തുടങ്ങി. ആ ഒരു കാരണം കൊണ്ടാണ് എന്ത് പറ്റുന്നത്? ഗോൾഡിന്റെ പ്രൈസ് കൂടുന്നത്. അപ്പോ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യക്ക് ഗോൾഡ് എന്ത് ചെയ്യണം? ഗോൾഡ് നമ്മളുടെ കേരള തീരത്ത് പോയിട്ട് കുഴിച്ചെടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നതാണോ? അല്ല. പകരം ഗോൾഡിലേക്ക് മാറണമെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റിൽ നിന്ന് ഗോൾഡ് വാങ്ങിക്കണം. ഗ്ലോബൽ മാർക്കറ്റിൽ നിന്ന് ഗോൾഡ് വാങ്ങിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഗ്ലോബൽ മാർക്കറ്റിൽ പ്രൈസ് കൊടുക്കണം. ആ പ്രൈസ് കൊടുക്കുമ്പോൾ നമ്മൾ ഇമ്പോർട്ട് ചെയ്തു. സോ ഗോൾഡ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാലും, സിൽവർ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാലും, പെട്രോൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാലും എന്താ എഫക്റ്റീവ്ലി സംഭവിക്കുക? ഇന്ത്യയുടെ ഇമ്പോർട്ട് കൂടുകയാണ്. ഓക്കെ, സോ ഇന്ത്യയുടെ ഇമ്പോർട്ട് കുറയ്ക്കാനായിട്ട് താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ ഗോൾഡ് ഓർണമെന്റ്സ് ധരിക്കരുത്. പകരം എന്ത് ധരിക്കണം? പകരം വല്ല കരിമണിമാലയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണം ധരിക്കാനായിട്ട്. ഓക്കെ, പെട്രോൾ വണ്ടികൾ ഓടിക്കരുത്. പകരം എന്ത് ചെയ്യണം? ഇലക്ട്രിക് വണ്ടികളിലേക്ക് പോകണം. സോ ഇലക്ട്രിക് വണ്ടിയും പലതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പോർട്ട് ചെയ്ത് വരുന്നതാണല്ലോ. ഹ്യുണ്ടായി ആണെങ്കിലും ബാക്കി എല്ലാ കമ്പനീസ് ആണെങ്കിലും അവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്നത്. സോ അത് വേറൊരു ഡിസ്കഷൻ. സോ ഗോൾഡിന്റെ എന്താണ്, ഗോൾഡിന്റെ ഒരു കാര്യം ഇങ്ങനെയാണ്. ഗോൾഡിന്റെ എക്സ്പോർട്ടും അല്ലെങ്കിൽ ഇമ്പോർട്ടുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഇതാണ്. അപ്പൊ നമുക്കൊരു ചോദ്യം ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ടേക്ക് പോകാം. നമ്മൾ
കറണ്ട് അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും ഒക്കെ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെ നിങ്ങൾക്കൊന്ന് റിവൈസ് ചെയ്യിക്കണം എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ദ കറന്റ് അക്കൗണ്ട് ഓഫ് ബാലൻസ് ഓഫ് പേയ്മെന്റ്. ബാലൻസ് ഓഫ് പേയ്മെന്റിലെ കറന്റ് അക്കൗണ്ടിനെ കുറിച്ചിട്ട് ഓർക്കുന്നുണ്ടോ? കറന്റ് അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട് ഒക്കെ ഇല്ലെങ്കിൽ നമുക്കൊന്ന് ബ്രീഫ് ആയിട്ടൊന്ന് റിവൈസ് ചെയ്തിട്ട് പോകാം. സോ കറന്റ് അക്കൗണ്ടും ബാലൻസ് ഓഫ് പേയ്മെന്റിലെ കറന്റ് അക്കൗണ്ടിനെ കുറിച്ചിട്ടുള്ളതാണ് ഈ ചോദ്യം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഇറ്റ് റെപ്രസെന്റ് ദ ട്രേഡ് ഇൻ ഗുഡ്സ്, സർവീസ് ആൻഡ് അസറ്റ് ബിറ്റ്വീൻ റെസിഡൻസ് ഓഫ് എ കൺട്രി വിത്ത് റെസ്റ്റ് ഓഫ് ദ വേൾഡ് ഫോർ എ സ്പെസിഫൈഡ് ടൈം. ഒരു സ്പെസിഫൈഡ് ടൈമിലേക്കുള്ള ഒരു കൺട്രിയുടെ, ഒരു റെസിഡന്റിന്റെ ട്രേഡ് ഇൻ ഗുഡ്സ്, സർവീസസ് ആൻഡ് അസറ്റ് ബിറ്റ്വീൻ റെസിഡൻസ് ഓഫ് എ കൺട്രി വിത്ത് ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ്, ബാക്കിയുള്ള വേൾഡുമായിട്ടുള്ള ഗുഡ്സ്, സർവീസ്, അസറ്റുകൾ, ഇതെല്ലാം കറണ്ട് അക്കൗണ്ടിൽ പെടുവോ? എങ്ങനെയാണ് ബാലൻസ് ഓഫ് പേയ്മെന്റ് ഒരു ബൈഫർക്കേഷൻ വരുന്നത്? ഞാൻ പഠിപ്പിച്ചു തന്നത് എങ്ങനെയാണ്? 2 അക്കൗണ്ടുകളായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. കറന്റ് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു അക്കൗണ്ടും. കറന്റ് അക്കൗണ്ടിൽ എന്ത് വരും? കറന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ട്രേഡ്, ഗുഡ്സുകൾ കൈമാറ്റം ചെയ്യുന്നു, ട്രേഡ് വരും. ഗുഡ്സ് അങ്ങോട്ട് വാങ്ങുന്നു, ഇങ്ങോട്ടേക്ക് വാങ്ങുന്നു. ഗുഡ്സ് മാത്രമാണോ? അല്ല. ട്രേഡ് ഇൻ ഇൻവിസിബിൾ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. കാരണം പണ്ട് നമ്മൾ ഈ ബാലൻസ് ഓഫ് പേയ്മെന്റ് ക്രിയേറ്റ് ചെയ്ത്, കറന്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് സർവീസ് സെക്ടർ വന്നിട്ടുണ്ടായിരുന്നില്ല. BPO, ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. ആ കാലഘട്ടങ്ങളിൽ നമ്മൾക്ക് ട്രേഡ് മാത്രമേ ഉണ്ടായിരുന്നു. കപ്പലിൽ ചരക്ക് കയറ്റിയിട്ട് അപ്പുറത്തെ രാജ്യത്ത് കൊണ്ടുപോയി വിൽക്കുക, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ 1950-70 കാലഘട്ടങ്ങൾക്ക് ശേഷം ഇൻവിസിബിൾസ് എന്ന് പറയുന്ന ഒരു കാര്യം കൂടി, അതായത് കാണാൻ പറ്റാത്ത ചില ട്രേഡുകൾ നടക്കുന്നുണ്ട്, സർവീസ് സെക്ടറിലെ ട്രേഡുകൾ, അതും കൂടിയിട്ട് നമ്മൾ ആഡ് ചെയ്തു. അതുകൊണ്ട് കഴിഞ്ഞോ? ഇല്ല. ട്രാൻസ്ഫർ പേയ്മെന്റ്സ് ഓർ സിംപ്ലി റെമിറ്റൻസ് എന്ന് പറയുന്ന ഒരു കാര്യം കൂടിയിട്ട് നമ്മളുടെ കറന്റ് അക്കൗണ്ടിലുണ്ട്. അസറ്റ്സ് എല്ലാം വരുന്നത് എവിടെയാണ്? അസറ്റ്സ് എല്ലാം വരുന്നത് ക്യാപിറ്റൽ അക്കൗണ്ടിലാണ്. എവിടെയാണ്? ക്യാപിറ്റൽ അക്കൗണ്ടിൽ. അവിടെ എക്സ്റ്റേണൽ കൊമേഴ്ഷ്യൽ ബോറോയിങ്സ് വരും. then എന്താണ്? NRI ഡെപ്പോസിറ്റുകൾ. പലപ്പോഴും കുട്ടികൾക്ക് സംശയം വരുന്നതാണ് NRI ഡെപ്പോസിറ്റും ട്രാൻസ്ഫർ പേയ്മെന്റ് ആയിട്ടുള്ള റെമിറ്റൻസും തമ്മിലുള്ള വ്യത്യാസം. NRI ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NRI, പുറത്തു നിന്നുള്ള ഒരാള് എന്ത് ചെയ്യുന്നു? ഡെപ്പോസിറ്റിന് വേണ്ടിയിട്ട് ഇന്ത്യയിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ ഡെപ്പോസിറ്റ് ആണ് അതിന്റെ ഉദ്ദേശം വരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ ചേട്ടൻ അല്ലെങ്കിൽ ചേച്ചി അല്ലെങ്കിൽ അനിയൻ, അനിയത്തി എല്ലാവരും പുറത്ത് കാനഡയിലും ജർമ്മനിയിലും ഒക്കെ ഉണ്ട്. അവരെന്ത് ചെയ്യുന്നു? അവര് 100 രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് അയച്ചു തരുന്നു. അത് റെമിറ്റൻസ് ആണ്, അല്ലെങ്കിൽ ട്രാൻസ്ഫർ പേയ്മെന്റ് ആണ്. അപ്പൊ ഞാൻ ട്രാൻസ്ഫർ പേയ്മെന്റ് ഓർത്തിരിക്കാനായിട്ട് നിങ്ങൾക്ക് ഒരു കഥയും കൂടി പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താണ് ട്രാൻസ്ഫർ പേയ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നിങ്ങൾ സ്നേഹത്തിന്റെ പുറത്ത് ചെയ്യുന്ന കാര്യങ്ങൾ. സ്നേഹത്തിന്റെ പുറത്ത് റിട്ടേൺ ആഗ്രഹിക്കാറുണ്ടോ? പലരും ആഗ്രഹിക്കാറില്ല. സോ സ്നേഹത്തിന്റെ പുറത്ത് നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ട്രാൻസ്ഫർ പേയ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ലവ്, സ്നേഹം പോലെയാണ് ട്രാൻസ്ഫർ പേയ്മെന്റ് എന്നാണ് ഞാൻ പഠിച്ചു വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് റിട്ടേൺ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ NRI ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റിട്ടേൺ പ്രതീക്ഷിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കണം, പ്രോഫിറ്റ് ഉണ്ടാക്കണം. സോ ഇതാണ് NRI ഡെപ്പോസിറ്റും ട്രാൻസ്ഫർ പേയ്മെന്റ് ആയിട്ടുള്ള റെമിറ്റൻസും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, സോ അസറ്റും വേറെയാണ്, കറന്റ് അക്കൗണ്ട് വേറെയാണ്, ക്യാപിറ്റൽ അക്കൗണ്ട് വേറെയാണ്. ആ സ്റ്റേറ്റ്മെന്റ് അറിയാമെങ്കിൽ എന്ത് പറ്റി? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് നമ്മൾ എടുത്തു. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, നെറ്റ് ഇൻവിസിബിൾസ് കമ്പോണൻസ് ഓഫ് എ കറന്റ് അക്കൗണ്ട് ഇൻക്ലൂഡ് സർവീസ് ആൻഡ് ട്രാൻസ്ഫർ ഓഫ് ഇൻകം. നെറ്റ് ഇൻവിസിബിൾസ്, ഇൻവിസിബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഞാൻ പറഞ്ഞു, കാണപ്പെടാത്ത ചില ട്രേഡുകൾ നടക്കുന്നുണ്ട് സർവീസ് സെക്ടറിൽ. കമ്പോണൻസ് ഇൻക്ലൂഡ് കറന്റ് അക്കൗണ്ട്, സർവീസ് ആൻഡ് ട്രാൻസ്ഫർ ഓഫ് ഇൻകം. ശരിയാണ്. Then third statement, balance of trade components include the difference in value of exports and imports of goods only. തീർച്ചയായിട്ടും ബാലൻസ് ഓഫ് ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഡിഫറൻസ് മാത്രമാണ്. സർവീസ് സെക്ടറിലെ ആണെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഇൻവിസിബിൾസ് എന്ന് പറയും, നെറ്റ് ഇൻവിസിബിൾസും നമ്മൾ പറയും. സോ ഇതില് സെക്കൻഡും തേർഡും സ്റ്റേറ്റ്മെന്റ് ആണ് ശരിയായിട്ട് വരുന്നത്. ഓക്കെ, സെക്കൻഡും തേർഡും സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ ശരിയായിട്ട് വരുന്നത്. അപ്പൊ നിങ്ങൾ ഈ ഒരു ഡിസ്കഷൻ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ എന്താണ് ഈ കറന്റ് അക്കൗണ്ട് ഡെബിസിറ്റും ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിസിറ്റും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർക്കുന്നുണ്ട് ഈ ഒരു ഡിസ്കഷൻ? ഇല്ലെങ്കിൽ ഈ ഒരു ഡിസ്കഷൻ കാണുക. അവിടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കറന്റ് അക്കൗണ്ടും ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്താണ് എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, കറന്റ് അക്കൗണ്ട് എന്താണ്, ക്യാപിറ്റൽ അക്കൗണ്ട് എങ്ങനെയാണ് മാറുന്നത്, ദെൻ ഇൻവിസിബിൾസ് എന്താണ്, കറന്റ് അക്കൗണ്ട് ബാലൻസ്. സോ എന്തുകൊണ്ടാണ് ഇതിനെ ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് വിളിക്കുന്നത്?
കറന്റ് അക്കൗണ്ടും ഉണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ടും ഉണ്ട്. കറന്റ് അക്കൗണ്ട് ഈക്വൽ ടു ക്യാപിറ്റൽ അക്കൗണ്ട് ആയിരിക്കണം എപ്പോഴും. ഇത് ബാലൻസ് ചെയ്തിരിക്കണം. ഈ പേയ്മെന്റുകളെല്ലാം ബാലൻസ് ചെയ്ത് പോയിരിക്കണം. ഇല്ലാത്ത സമയത്ത്, ബാലൻസ് ചെയ്യപ്പെടാത്ത സമയത്ത് എന്ത് സംഭവിക്കും? ബാലൻസ് ചെയ്യപ്പെടാത്ത സമയത്ത് ബാലൻസ് ഓഫ് പേയ്മെന്റ് ക്രൈസിസ് എന്ന് പറയുന്ന ഒരു സംഭവം വരും. ഇന്ത്യയിൽ 1991 വരാൻ പോയൊരു ക്രൈസിസ് ആയിരുന്നു ഈ ബാലൻസ് ഓഫ് പേയ്മെന്റ് ക്രൈസിസ്. സോ 1991 എക്കണോമിക് ക്രൈസിസിനെ നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുന്നു? ബാലൻസ് ഓഫ് പേയ്മെന്റ് ക്രൈസിസ് എന്നാണ് വിളിക്കുന്നത്. 11ാം ക്ലാസ്സിലെ NCERT-യുടെ എക്കണോമിക്സ് ടെക്സ്റ്റ് ബുക്കിൽ കാണാം ബാലൻസ് ഓഫ് പേയ്മെന്റ് ക്രൈസിസ്. ഈ ക്രൈസിസ് എന്താ വരാനായിട്ടുള്ള കാരണം? സോ കറന്റ് അക്കൗണ്ടിന്റെയും ക്യാപിറ്റൽ അക്കൗണ്ടും ഒരിക്കൽ ഈക്വൽ ആയില്ല. ഈക്വൽ ആകാത്ത സമയത്ത് എന്ത് ചെയ്യും? നമുക്കൊരു റിസർവ് ഉണ്ട്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് ഒരു റിസർവ് ഉണ്ട്. പെട്രോളിൽ ടാങ്കിൽ ഒരു റിസർവ് ഇല്ലേ? അതേപോലെ പഴയ വണ്ടികൾക്കൊക്കെ റിസർവ് എന്ന് പറഞ്ഞൊരു കമ്പാർട്ട്മെന്റ് ഉണ്ട്. സോ പെട്രോൾ തീരാറാകുമ്പോൾ ഈ റിസർവിൽ നിന്ന് പെട്രോൾ എടുക്കും. അതുപോലെ ബാലൻസ് ഓഫ് പേയ്മെന്റിലെ ചില ക്രൈസിസ്, ഇത് ബാലൻസ് ആകാത്ത സിറ്റുവേഷനിൽ റിസർവിൽ നിന്ന് പണം എടുക്കും. പക്ഷേ ഈ റിസർവിലുള്ള പൈസ തീർന്നു പോയി കഴിഞ്ഞാൽ ബാലൻസ് ഓഫ് പേയ്മെന്റ് ക്രൈസിസ് വരും. ഇന്ത്യക്ക് സംഭവിക്കാൻ പോയത്, ശ്രീലങ്കയ്ക്ക് 2020-21 കാലഘട്ടങ്ങളിൽ സംഭവിച്ചതും ഇത് തന്നെയാണ്. COVID-19 ശേഷം സംഭവിച്ചതും ഈ ബാലൻസ് ഓഫ് പേയ്മെന്റ് ക്രൈസിസ് ആണ്. ഓക്കെ, സോ അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് അതിന്റെ ഒരു പിക്ചർ ആയിട്ടുണ്ടായിരുന്നത്. സോ കറന്റ് ട്രേഡ് ഡെഫിസിറ്റും ബാലൻസ് ഓഫ് പേയ്മെന്റും ഒന്നാണോ? അല്ല. ട്രേഡ് ഡെഫിസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇന്ത്യയുടെ ഇമ്പോർട്ട് കൂടുന്നു. ബാലൻസ് ഓഫ് ട്രേഡിൽ, അതായത് കറന്റ് അക്കൗണ്ടിലെ ട്രേഡ് എന്ന് പറയുന്ന സാധനം മാത്രം, നിങ്ങൾ ഇവിടെ നോക്കി ബാലൻസ് ഓഫ് പേയ്മെന്റിലെ കറന്റ് അക്കൗണ്ടിലെ മർച്ചൻഡൈസ് എന്ന് പറയുന്ന സാധനം മാത്രം നമ്മൾ എടുത്ത് നോക്കുമ്പോൾ അതിന്റെ ഇമ്പോർട്ടും എക്സ്പോർട്ടും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ഇന്ത്യയിൽ കറന്റ് നോക്കുമ്പോൾ ഇമ്പോർട്ട് കൂടുതലാണ്, എക്സ്പോർട്ട് കുറവാണ്. ഓക്കെ, അപ്പൊ അത് നമ്മൾ നോർമലി എന്ത് ചെയ്യണം? ഇൻവിസിബിളിന്റെ ട്രേഡ് കൂട്ടിക്കൊണ്ട്, ഇൻവിസിബിളിന്റെ എക്സ്പോർട്ട് കൂട്ടിക്കൊണ്ട് നമ്മൾ ഇവിടെ തന്നെ ബാലൻസ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കും. പറ്റിയില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ഇങ്ങടേക്ക് വരുന്നു. അതായത് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് കൂട്ടാനായിട്ട് നോക്കും. ലോണുകൾ കുറച്ച് കൂടുതൽ വാങ്ങിക്കും. NRI ഡെപ്പോസിറ്റുകളോട് പറയും, NRIമാരെ നിങ്ങൾ ഇവിടെ കൂടുതൽ ഡെപ്പോസിറ്റ് ചെയ്യും, ഞങ്ങൾ കുറച്ചും കൂടി ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതൽ തരാം എന്ന് പറഞ്ഞിട്ട് ഇത് ബാലൻസ് ചെയ്യാനായിട്ട് നോക്കും. ഇത് ബാലൻസ് ചെയ്യപ്പെടാത്ത അവസരത്തിൽ എന്ത് പറ്റും? പുറത്ത് നിന്ന് നമ്മൾ റിസർവ് ബാങ്കിനോട് പറയും, മക്കളെ കുറച്ച് റിസർവ്, കുറച്ച് പെട്രോളിലുള്ള കുറച്ച് റിസർവ് നമുക്ക് തരണം, കുറച്ച് ക്യാഷ് ആയിട്ട് അല്ലെങ്കിൽ സ്പെഷ്യൽ ഡ്രോയിങ് റെസീപ്റ്റുകളായിട്ട് ഗോൾഡ് ഒക്കെ ആയിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന നിങ്ങളുടെ റിസർവ് ഞങ്ങൾക്ക് കുറച്ച് തരണം എന്ന് പറയും. അവർ റിസർവ് തരും. റിസർവും കൂടി തീർന്നു പോയി കഴിഞ്ഞാൽ there will be a crisis. ഓക്കെ, സോ അത് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. ഇന്നൊരു 30 മിനിറ്റിൽ 35 മിനിറ്റിൽ ടോട്ടൽ കറണ്ട് അഫയേഴ്സ് തീർക്കണമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ 2 ക്വസ്റ്റ്യനും ഞാൻ അന്ന് ഇതിനോടൊപ്പം ചെയ്തിട്ടുണ്ടായിരുന്നു. വേണമെങ്കിൽ നിങ്ങൾ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. ഇത് ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല, മുന്നേ ഡിസ്കസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട്. ഇത് 2020 ചോദ്യമായിരുന്നു. ഞാൻ കഴിഞ്ഞ കറണ്ട് അഫയേഴ്സിന്റെ ഡിസ്കഷൻ സെഷനിൽ, അതായത് ബാലൻസ് ഓഫ് പേയ്മെന്റിനെ കുറിച്ച് പറഞ്ഞ സെഷനിൽ ഞാൻ ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, ഈ 2 സ്റ്റേറ്റ്മെന്റുകൾ, 2 ക്വസ്റ്റ്യൻസ് ഒന്ന് എടുത്ത് വെക്കുക. കാണാത്തവരാണെങ്കിൽ എന്നിട്ട് അതൊന്ന് ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്റെ നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, അല്ലെങ്കിൽ ആ കറണ്ട് അഫയേഴ്സിന്റെ സെഷൻ കണ്ടു കഴിഞ്ഞാലും ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, സോ ആ സ്ലൈഡുകൾ ഇങ്ങനെ തന്നെ ഞാൻ കോപ്പി ചെയ്തിരിക്കുകയാണ്. ഇന്നത്തെ ഈ ബാലൻസ് ഓഫ് പേയ്മെന്റിന്റെ ഡിസ്കഷനിലേക്ക് അങ്ങനെ തന്നെ കോപ്പി ചെയ്തിരിക്കുകയാണ് ഞാൻ ഈ സ്ലൈഡുകൾ. ഓക്കെ, എന്റെ സ്ലൈഡുകൾ തന്നെയാണ്, ഞാൻ അങ്ങനെ തന്നെ കോപ്പി ചെയ്തിരിക്കുകയാണ്. 2 പ്രാവശ്യം കോപ്പി ആയിരുന്നു. സോ ഇതാണ് ബാലൻസ് ഓഫ് പേയ്മെന്റിന്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്കഷൻ വരുന്നത്. ദെൻ സെക്കൻഡ് ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു ഇന്ത്യാസ് സിറിൽസ് മെസ്. അതായത് എന്താണ് ഇന്ത്യയുടെ പ്രൊക്യൂർമെന്റ്? എക്കണോമിക്സിലെ തന്നെ അഗ്രികൾച്ചറൽ എന്ന് പറയുന്ന പാർട്ടിൽ വരുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെഷനാണ് ഇന്നത്തെ ഈ ഓപ്പൺ എഡിറ്റോറിയലിൽ വന്നിരിക്കുന്നത്. ഈ ഓപ്പൺ എഡിറ്റോറിയലിൽ എന്താണ് പ്രത്യേകത? അതായത് ഇന്ത്യ ബഫർ സ്റ്റോക്കുകൾ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. സിറിൽസ് നമ്മൾ എന്താണ് ഫ്ലോർ പ്രൈസിങ് അല്ലെങ്കിൽ എന്താണ് പ്രൈസുകൾ സെറ്റ് ചെയ്യാറുണ്ട്. ദെൻ നമ്മൾ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ വഴി നമ്മൾ എന്താണ് ഫുഡുകൾ സ്റ്റോക്ക് ചെയ്ത് വെക്കാറുണ്ട്. പക്ഷേ ഒരു പ്രോബ്ലം ഉണ്ട്. എന്താണ്? ഇന്ത്യയുടെ സ്റ്റോക്ക് ടേക്കിംഗ് അല്ലെങ്കിൽ പ്രൊക്യൂർമെന്റ് മേജർലി വീറ്റും റൈസും മാത്രമാണ്. ഓക്കെ, നമ്മൾ പണ്ട് മുതലേ എന്ത് മാത്രമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്?
വീറ്റ് പ്രൊക്യൂർ ചെയ്യുന്നു, റൈസ് പ്രൊക്യൂർ ചെയ്യുന്നു. ഇത്രയും മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. സോ ഇന്ത്യയുടെ റൈസ് പ്രൊക്യൂർമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ നീഡിനേക്കാളും 3 times മോർ ആണ്. ഓക്കെ, ഇന്ത്യക്ക് ഒരു 10 ലക്ഷം ടണ്ണാണ് ഇന്ത്യയുടെ നീഡെങ്കിൽ 35 ലക്ഷം ടണ്ണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? 35 മില്യൺ 3.5 മില്യൺ ടൺസ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? ഇന്ത്യ പ്രൊഡ്യൂസ് അല്ല, പ്രൊക്യൂർ ചെയ്യുന്നുണ്ട്. അതായത് ഗവൺമെന്റ് പൈസ കൊടുത്തിട്ട് പ്രൊക്യൂർ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇതിന് ഒരുപാട് പൈസ ചെലവുണ്ടാകില്ലേ? പൈസ ചെലവുണ്ടാകും. എന്നാൽ അത്രയും യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടോ? യൂട്ടിലൈസ് അത്രയും ചെയ്യുന്നില്ല. ചിലപ്പോൾ അതിന്റെ ഒരു 80% ഒക്കെ ആയിരിക്കും യൂട്ടിലൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ 50% ഒക്കെ ആയിരിക്കും യൂട്ടിലൈസ് ചെയ്യുന്നത്. അത് ഒരു പ്രോബ്ലമാണ്. എന്താണ്? അത് ഒരു പ്രോബ്ലമാണ്. സോ ഇന്ത്യയുടെ ഫിസിക്കൽ എന്താണ് ഫണ്ടാണ് ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഗവൺമെന്റിന്റെ ഫണ്ടുകളാണ് ഈ പ്രൊക്യൂർമെന്റിന്റെ ഏരിയയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഇന്ത്യയിൽ എന്താണ് നമ്മൾ സബ്സിഡി കൊടുക്കുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. സോ ഇന്ത്യൻ സബ്സിഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഇലക്ട്രിസിറ്റി ഫ്രീ ആയിട്ട് ഫാമേഴ്സിന് കൊടുക്കുന്നു, ദെൻ എന്താണ് വാട്ടർ ഫ്രീ ആയിട്ട് ഫാമേഴ്സിന് കൊടുക്കുന്നു. ഇവര് എന്നാൽ പ്രൊഡക്ടിവിറ്റി കുറവായിട്ട് വരികയാണ്. ദെൻ വീണ്ടും നമ്മൾ പ്രൊക്യൂർമെന്റിന് വേണ്ടിയിട്ട് ഇത്രയും പൈസ മുടക്കുന്നു. ദെൻ എന്താണ് പ്രൊക്യൂർമെന്റ്, ദെൻ ഏർലി സ്റ്റേജിലാണെങ്കിൽ നമ്മൾ ഈ യൂറിയ പോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വീണ്ടും സബ്സിഡി കൊടുക്കുന്നു. സബ്സിഡി സിസ്റ്റം എല്ലാവരും ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ഇന്ത്യയിൽ. ഓക്കെ, സോ ഇവിടെ പ്രൊക്യൂർമെന്റിനെ മാത്രമാണ് എടുത്തു പറഞ്ഞിരിക്കുന്നത്. സോ ഇന്ത്യയുടെ പ്രൊക്യൂർമെന്റിന് ചില പ്രോബ്ലംസ് ഉണ്ട്. ഒന്നാമത്തെ പ്രോബ്ലം എന്താണ്? ഒന്നാമത്തെ പ്രോബ്ലം ഈ പ്രൊക്യൂർമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേജർ ആയിട്ട് റൈസിലേക്കും വീറ്റിലേക്കും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണ്. ദെൻ ഈ റൈസും വീറ്റും തന്നെ ഓവർ പ്രൊക്യൂർമെന്റ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? സോ ഇത് സ്റ്റോർ ചെയ്യാനായിട്ട്, ദെൻ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അലീഡ് സർവീസുകൾ, ലോജിസ്റ്റിക് സപ്പോർട്ടുകൾ, ഇതെല്ലാം ചെയ്യാനായിട്ട് എന്താണ് ഫണ്ടുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇനി എന്ത് ചെയ്യണം? ഇതിന്റെ ക്രോപ്പ് ഡൈവേഴ്സിഫിക്കേഷൻ ചെയ്യണം. എന്താണ്? ഇന്ത്യ മില്ലറ്റുകളിലേക്ക് പോകണം. എന്താണ്? പൾസസുകളിലേക്ക് പ്രൊക്യൂർമെന്റുകൾ നീക്കണം. സോ റൈസിന്റെയും വീറ്റിന്റെയും പ്രൊക്യൂർമെന്റ് കുറച്ചുകൊണ്ട് ഇപ്പൊ സ്റ്റേപ്പിൾ ഫുഡ് എന്ന് നമ്മൾ പറയുമെങ്കിലും ഇന്ത്യൻ മാർക്കറ്റുകളിൽ ഇതിന്റെ പ്രൈസ് ഓൾമോസ്റ്റ് സ്റ്റേബിൾ ആണ്. ഓക്കെ, ഇന്ത്യൻ മാർക്കറ്റുകളിൽ ഓൾമോസ്റ്റ് സ്റ്റേബിൾ ആണ് റൈസിന്റെയും വീറ്റിന്റെയും കാര്യത്തിൽ. പക്ഷേ പൾസസിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ചെറുപയറിന്റെ പ്രൈസ് എത്രയാണ്? അര കിലോയ്ക്ക് 65 രൂപയോ 120 130 രൂപയാണ് 1 കിലോ ചെറുപയറിന് കേരള മാർക്കറ്റിലുള്ള വില. കുറച്ച് നാൾ മുൻപ് അങ്ങനെയായിരുന്നില്ല. 2 വർഷം 3 വർഷമൊക്കെ മുന്നേ 55-50 രൂപയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അതിന് മുന്നേ ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ 10ാം ക്ലാസ് 11ാം ക്ലാസ് ഒക്കെ പഠിച്ചിരിക്കുന്ന സമയത്ത് എത്രയായിരുന്നു അതിന്റെ പ്രൈസ്? 70 രൂപയായിരുന്നു കിലോക്ക് ഉണ്ടായിരുന്ന പ്രൈസ്. ഓക്കെ, വലിയ കാലമൊന്നും ആയിട്ടില്ല 10ാം ക്ലാസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. 10ാം ക്ലാസ് കഴിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് നാളായിട്ടോ. പോട്ടെ. അപ്പോ എന്താണ് നമ്മളുടെ പ്രൈസുകൾ. സോ പ്രൊക്യൂർമെന്റ് സ്റ്റെബിലൈസ് ആയിരിക്കുകയാണ് റൈസിന്റെയും വീറ്റിന്റെയും കാര്യത്തിൽ എന്ന് പറയുന്നത്. പ്രൈസ് ഓൾമോസ്റ്റ് സ്റ്റെബിലൈസ് ആയിരിക്കുകയാണ്. ഇനി അത് ഫ്ലക്ച്വേറ്റ് ആകാണ്ട് നോക്കിയാൽ മതി. അപ്പോ നമ്മളുടെ മേജർ ഫോക്കസ് റൈസിനെയും വീറ്റിനെയും മാറ്റിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ബാക്കിയുള്ള പ്രൊഡക്റ്റുകളിലേക്ക് ക്രോപ്പ് ഡൈവേഴ്സിഫൈ ചെയ്യണം. പൾസസുകളിലേക്ക്, മില്ലറ്റ്സുകളിലേക്ക്, എഡിബിൾ ഓയിലുകളിലേക്ക്, ഇങ്ങനെയുള്ള ഡിഫറെന്റ് കാര്യങ്ങളിലേക്ക് എന്ത് ചെയ്യണം? നമ്മൾ ഡൈവേഴ്സിഫൈ ചെയ്ത് കൊണ്ടുപോകണം എന്നാണ് ഈ ഒരു ആർട്ടിക്കിൾ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ ആ ഒരു കാര്യം നിങ്ങളൊന്ന് മനസ്സിലേക്ക് വെച്ചേക്കുക. എന്താണ് ഇന്ത്യയുടെ പ്രൊക്യൂർമെന്റ് പോളിസിയിലുള്ള ഡിലേസ് എന്ന് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. സെക്കൻഡ് ഓപ്പൺ എഡിറ്റോറിയൽ ഈസ് റിലേറ്റഡ് ടു ഹാപ്പിനെസ് ഇൻഡെക്സ്. എല്ലാ വർഷവും ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഏറ്റവും ആദ്യം വരുന്ന കൺട്രി ഏതാണ്? ഫിൻലൻഡ് എന്ന് പറയുന്ന കൺട്രിയാണ്. 8th കോൺസിക്യൂട്ടീവ് ഇയർ ആയിട്ട് എന്താണ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഫിൻലൻഡ് ആണ് ആദ്യം വരുന്നത്. ഇന്ത്യ ആണെങ്കിൽ 118ാമത്തെ റാങ്കാണ്. പാകിസ്ഥാൻ എത്രയാ റാങ്ക് എന്നറിയാവോ? 109. പാകിസ്ഥാനിലുള്ള ആളുകളെക്കാളും ദുഃഖഭരിതമായിട്ടുള്ള ആളുകളാണ് എന്ത് ഇന്ത്യയിൽ ജീവിക്കുന്നത്. UPSC പഠിക്കുന്നവര് അതിൽ കൂടുതൽ ദുഃഖഭരിതരാണ്. അപ്പൊ UPSC പഠിക്കുന്നവരുടെ ഇടയിൽ മാത്രം ഹാപ്പിനെസ് ഇൻഡെക്സ് ഒന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും ഗ്ലൂമി ആയിട്ടിരിക്കുന്നത് കാണാം. ഓക്കെ, ചുമ്മാ പറഞ്ഞതാണ്. സോ എന്തുകൊണ്ടാണ് ഫിൻലൻഡില് സന്തോഷം കൂടുതലും ഇന്ത്യയിൽ സന്തോഷം കുറവും? എന്താണ് ഈ ഹാപ്പിനെസ് എന്ന് പറയുന്നതിന്റെ എന്താണ് അടിസ്ഥാനം എന്ന് പറയുന്നത്? കൂടുതൽ പൈസ ഉള്ളവരാണോ കൂടുതൽ ഹാപ്പിനെസ്? കൂടുതൽ സ്ഥല സൗകര്യങ്ങളും പെർ ക്യാപിറ്റ ഇൻകവും ഉള്ളവരാണോ കൂടുതൽ ഹാപ്പിനെസ്? എന്താണ് ഈ ഹാപ്പിനെസിന്റെ ഡെഫിനേഷൻ? സോ ഹാപ്പിനെസ് ഇൻഡെക്സ് ഐഡന്റിഫൈ ചെയ്യുന്നത്
ഹാപ്പിനെസ് ഇൻഡെക്സ് ഐഡന്റിഫൈ ചെയ്യുന്നത് 6 മേജർ ഫാക്ടേഴ്സ് വെച്ചുകൊണ്ടാണ്. ഓക്കെ, GDP പെർ ക്യാപിറ്റ. എന്താ GDP-യും GDP പെർ ക്യാപിറ്റയും തമ്മിലുള്ള വ്യത്യാസം? പ്രതിശീർഷ വരുമാനം. നിങ്ങൾ GDP ഒരു രാജ്യത്തിന് കൂടുതലാണ് എന്ന് വെച്ചിട്ട് അവിടുത്തെ ആളുകളുടെ എണ്ണം കൊണ്ട് GDP-യെ ഹരിക്കും, ഡിവൈഡഡ് ബൈ ദ പോപ്പുലേഷൻ. സോ ഓരോരുത്തർക്കും എത്ര രൂപ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് GDP പെർ ക്യാപിറ്റ. ഫിൻലാൻഡിനെ സംബന്ധിച്ചിടത്തോളം ഫിൻലാൻഡിലെ ആളുകൾ കുറവാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 150, 160 കോടി ആളുകളുള്ള സ്ഥലത്ത് ഇവരെല്ലാവർക്കും കിട്ടേണ്ട പെർ ക്യാപിറ്റ എന്ന് പറയുന്നത് കുറവായിരിക്കും. ഓക്കെ, സോ GDP പെർ ക്യാപിറ്റയാണ് ഒന്നാമത്തെ കാര്യം. സോഷ്യൽ സപ്പോർട്ട്, അവിടുത്തെ ഗവൺമെന്റുകൾ കൊടുക്കുന്ന സോഷ്യൽ സപ്പോർട്ട് സിസ്റ്റങ്ങൾ, അതായത് വൾണറബിൾ ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസ്, ചിൽഡ്രൻസിന് വേണ്ടിയിട്ട്. സാധാരണ ഫോർ എക്സാമ്പിൾ ഇന്ത്യയുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ ഒരു കാര്യം പറയുന്നുണ്ട്. റൈറ്റ് ടു വർക്ക് എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യയുടെ ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആക്കണം, അല്ലെങ്കിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് പോളിസിയിൽ പറയുന്ന ഒരു കാര്യമാണ് റൈറ്റ് ടു വർക്ക് എന്ന് പറയുന്നത്. ദെൻ അൺഎംപ്ലോയ്മെന്റ് ആയിട്ടിരിക്കുന്ന സമയങ്ങളിൽ ഗവൺമെന്റ് വേതനം കൊടുക്കണമെന്ന് കൂടിയിട്ട് നമ്മളുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേതനം കിട്ടുന്നുണ്ടോ? ഇല്ല. സോ ജർമ്മനി പോലെയുള്ള കൺട്രീസിൽ, ഇപ്പൊ ജർമ്മനി എന്നാൽ സ്കാൻഡിനേവിയൻ കൺട്രീസ്, ഇങ്ങനെയുള്ള കൺട്രീസിൽ നിങ്ങളിപ്പോ തൊഴിൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തൊഴിലില്ലാ വേതനം എന്ന് പറയുന്ന ഒരു സാധനം കിട്ടും. ഓക്കെ, നിങ്ങൾക്ക് നെക്സ്റ്റ് തൊഴിൽ കണ്ടുപിടിക്കുന്നത് വരെ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഒരു വേതനം, നിങ്ങളുടെ ജീവിക്കാനായിട്ടുള്ള വേതനം ആര് തരും? ഗവൺമെന്റ് തരും. സോ അങ്ങനെയുള്ള സോഷ്യൽ സെക്യൂരിറ്റി സപ്പോർട്ടുകൾ, ലൈഫ് എക്സ്പെക്ടൻസി റേഷ്യോ കൂടുതലായിട്ട് വരുന്നത്. ദെൻ ഫ്രീഡം. ഫ്രീഡം എന്ന് പറയുമ്പോൾ ഡിഫറെന്റ് ഫ്രീഡംസ് വരുമ്പോൾ, അതായത് റിലീജിയസ് ഫ്രീഡം, ദെൻ എന്താണ് ഫ്രാറ്റേണിറ്റി. സോ ഫ്രീഡത്തിന്റെ സ്പീച്ച് എക്സ്പ്രഷൻ അങ്ങനെയുള്ള കാര്യങ്ങളിലുള്ള ഫ്രീഡം, ദെൻ പ്രസ് ഫ്രീഡം, ഇങ്ങനെയുള്ള ഡിഫറെന്റ് കാര്യങ്ങൾ ഫ്രീഡത്തിന്റെ അഡ്രസ്സിൽ വരും. ദെൻ ജനറോസിറ്റി, ദെൻ പെർസെപ്ഷൻ ഓഫ് കറപ്ഷൻ. സോ ഗവർണൻസിനെ കൂടിയിട്ട് ഇവിടെ എന്താക്കുന്നുണ്ട്? ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. സോ ഗവർണൻസും ഇവിടെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. ഓക്കെ, സോ ഇതുകൊണ്ട് പൈസ കൊണ്ട് മാത്രമല്ല ഇതിനെ അളക്കുന്നത്, പകരം സോഷ്യൽ സെക്യൂരിറ്റി ഫാക്ടേഴ്സ്, ലൈഫ് എക്സ്പെക്ടൻസി, ഫ്രീഡം, ജനറോസിറ്റി, ഇങ്ങനെയുള്ള ഡിഫറെന്റ് ഫാക്ടേഴ്സ് കൂടിയിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. ദെൻ ഫിൻലാൻഡിനൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. ഇപ്പോൾ സ്കാൻഡിനേവിയൻ കൺട്രീസ്, ജർമ്മനി, അല്ലെങ്കിൽ എന്താണ് യൂറോപ്യൻ കൺട്രീസ്, ജർമ്മനി, ഫ്രാൻസ്, ഈ കൺട്രീസിനെല്ലാം ഹൈ ടാക്സ് ആണ്. ജർമ്മനിയിലേക്ക് ആണെങ്കിൽ അറൌണ്ട് 40-45% ടാക്സ് ആണ്. നിങ്ങൾ 1 ലക്ഷം രൂപ ഉണ്ടായി കഴിഞ്ഞാൽ 50,000 രൂപ ഗവൺമെന്റിന് കൊടുക്കണം. ഗവൺമെന്റ് ബാക്കി എല്ലാ കാര്യങ്ങളും നോക്കിക്കോളും. ഇന്ത്യയിൽ എത്രയാണ്? ഇന്ത്യയിൽ നിങ്ങൾ അടയ്ക്കുന്ന ടാക്സ് എത്രയാണ്? 5% to 8% അല്ലേ നിങ്ങൾ ടാക്സുകൾ അടയ്ക്കുന്നുള്ളൂ. അതെ, ഇൻകം ടാക്സ് എത്ര അടയ്ക്കുന്ന? 5% തൊട്ടില്ല 8% വരെയൊക്കെ ആയിരിക്കുമല്ലോ നമ്മൾ അടയ്ക്കുന്ന. 5%, 10% ഒക്കെ ആയിരിക്കും നമ്മൾ അടയ്ക്കുന്നുണ്ടാകുന്ന ഇൻകം ടാക്സുകൾ. ഓക്കെ, സോ അതിന്റെ ഒരു അന്തരം നമുക്കുണ്ട്. സോഷ്യൽ സെക്യൂരിറ്റി സപ്പോർട്ടുകൾ, അതായത് തൊഴിലില്ലാ വേതനം കൊടുക്കാനായിട്ട് നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ജർമ്മനിയിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ തൊഴിലില്ലാ വേതനത്തിന് വേണ്ടിയിട്ട് ഒരു എമൗണ്ട് മാറ്റി വെക്കണം. ഇവിടെ ഹരിതകർമ്മ സേനയ്ക്ക് 50 രൂപ മാറ്റി വെക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അതൊരു പെർസെപ്ഷനിലുള്ള ഒരു ചേഞ്ച് ആണ്, അല്ലെങ്കിൽ നമ്മളുടെ ഒരു എന്താണ്, അത് ആരുടെയും കുറ്റമൊന്നുമല്ല. അത് നമ്മളുടെ ഒരു സാമൂഹിക ജീവി എന്നുള്ള രീതിയിൽ നമ്മളുടെ ഒരു സിവിക് സെൻസ് വളരാത്തതിന്റെ ചില പ്രശ്നങ്ങളാണ്. ഒരു ഡെവലപ്പിംഗ് കൺട്രി ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലങ്ങളിൽ പെടുന്ന കാര്യങ്ങളിൽ ഒന്നാണ്. അതെല്ലാം നമ്മൾ മാറ്റണം. നമ്മൾ കൂടുതലായിട്ട് എന്ത് ചെയ്യണം? അവയർനെസ് ക്യാമ്പയിനുകൾ കൊടുക്കണം. അങ്ങനെ ഡിഫറെന്റ് കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് നമുക്ക് മാറ്റാനായിട്ട് സാധിക്കുന്ന ഒന്നാണ്. ഓക്കെ, സോ ആ ഒരു കാര്യം കൂടിയിട്ട് നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. സോ ഫിൻലൻഡാണ് ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് എന്ന് പറയുമ്പോൾ അവിടെ എല്ലാവരും എപ്പോഴും സന്തോഷിച്ച് ജീവിച്ചിരിക്കുന്നു എന്നുള്ളതല്ല. അവിടെ ജീവിക്കാനായിട്ട് കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള, വെൻ കമ്പയർഡ് ടു അതർ നേഷൻസ്, ജീവിക്കാൻ കുറച്ചും കൂടി സന്തോഷമായിട്ട് ജീവിക്കാനായിട്ട് പറ്റുന്ന സാഹചര്യങ്ങൾ ഒരുക്കുന്ന സ്ഥലമാണ് ഫിൻലാൻഡ് എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ഫിൻലാൻഡിൽ തന്നെ ഒരുപാട് പേരുടെ ആത്മഹത്യകളും നടക്കുന്നുണ്ട്. ഓക്കെ, സോ ആ ഒരു കാര്യം കൂടിയിട്ട് നിങ്ങൾ ഒന്ന് ഓർത്തിരിക്കുക. ഇതിൽ പലപ്പോഴും ഇന്ത്യ പുറകിലോട്ട് പോകാനുള്ള കാരണം ഇന്ത്യയുടെ ഒരു ഹ്യൂജ് സൈസ് തന്നെയാണ്. നമ്മളുടെ ഇന്ത്യൻ എക്കോണമിയെ നമ്മളൊരു എലിഫന്റ് എന്നാണ് വിളിക്കുന്നത്. എലിഫന്റ് എക്കോണമി എന്നാണ്, ഒരു ജയന്റ് എക്കോണമി. ഇത്രയും ആളുകൾ, ഇത്രയും എന്താണ് ഭൂപ്രദേശം തന്നെ, ദെൻ ഇവിടെയുള്ള ഡിഫറെന്റ് കൾച്ചേഴ്സ്, ഇതെല്ലാം തന്നെയാണ് നമ്മുടെ ഹാപ്പിനെസ്സിനെ അല്ലെങ്കിൽ നമ്മുടെ ഒരു പെർസെപ്ഷൻസിനെ മുന്നോട്ട് വെക്കാനായിട്ട്, അല്ലെങ്കിൽ എന്താണ് ഡിവൈഡ് ചെയ്യാനായിട്ട് കാരണമാകുന്നത്. ഫോർ എക്സാമ്പിൾ കറപ്ഷൻസ് തന്നെ, ഇന്ത്യ മൊത്തത്തിലെ കറപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യണമെങ്കിൽ ഓരോ സംസ്ഥാനവും പ്രത്യേകം കറപ്ഷൻസുകളെ എലിമിനേറ്റ് ചെയ്ത് വരണം.
ദെൻ പെർ ക്യാപിറ്റൽ ഇൻകം കൂടണമെങ്കിൽ 150 കോടി ആളുകൾക്ക് ഡിവൈഡ് ചെയ്യുന്ന എമൗണ്ട് കൂടണം. സോ ഇതെല്ലാം ഒരു ഹ്യൂജ് പ്രോബ്ലം ആണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. Then another important thing, what local bodies expect from the 16th Finance Commission. 16th Finance Commission അരവിന്ദ് പനഗരിയയുടെ നേതൃത്വത്തിൽ എന്ത് ചെയ്തിരിക്കുകയാണ്, കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കുറച്ച് നാളായി. അപ്പൊ അതിന്റെ റിപ്പോർട്ടുകളൊക്കെ വരട്ടെ. റിപ്പോർട്ടുകൾ വന്നു കഴിയുമ്പോൾ ഗംഭീരമാവട്ടോ. അതായത് UPSC ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ്. അതായത് 14th ഫിനാൻസ് കമ്മീഷനെ കുറിച്ചിട്ട് അങ്ങനെ തന്നെ മെയിൻസിൽ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. 15th ഫിനാൻസ് കമ്മീഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് 14th ഫിനാൻസ് കമ്മീഷന്റെ ചോദ്യമായിട്ട് വന്നു. പക്ഷെ അതെല്ലാം നമ്മൾ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ്. NK സിംഗിനെ കുറിച്ചിട്ടും അതിനു മുന്നേ ഉള്ള ആളുകളെ കുറിച്ചെല്ലാം നമ്മൾ പഠിച്ചിരിക്കും. സോ 16th ഫിനാൻസ് കമ്മീഷനിൽ നിന്ന് ലോക്കൽ ബോഡീസ് എന്താണ് എക്സ്പെക്ട് ചെയ്തിരിക്കുന്നത്? ലോക്കൽ ബോഡീസിന്റെ ടാക്സ് ഡിവല്യൂഷൻ ഫിനാൻസ് കമ്മീഷൻ സെക്ഷൻ 280 പ്രകാരമുള്ള ഫിനാൻസ് കമ്മീഷൻ ചെയ്യേണ്ട കാര്യമാണോ? ആണോ അല്ലയോ? യെസ് ഓർ നോ? അതായത് ലോക്കൽ ബോഡീസിലേക്കുള്ള എന്താണ് ടാക്സ് ഡെവല്യൂഷൻ ഫിനാൻസ് കമ്മീഷന്റെ പെർവ്യൂവിൽ വരുന്ന കാര്യമാണോ? ഒരു മടിയും വേണ്ട, പെർവ്യൂവിൽ വരുന്ന കാര്യം ആണ്. ചിലപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാകാം, അതിന് സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ എന്ന് പറയുന്ന ഒരു കമ്മീഷൻ ഉണ്ടല്ലോ. അല്ല, നമ്മളുടെ ആർട്ടിക്കിൾ 280 പ്രകാരം പറയുന്ന പ്രസിഡന്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഫിനാൻസ് കമ്മീഷന്റെ ലക്ഷ്യം എന്താണ്? ടാക്സ് ഡെവല്യൂഷൻ ആണ്. എന്താണ്? വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ടാക്സ് ഡെവല്യൂഷൻ. ബേസിക് ആയിട്ട് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇവർക്ക് എന്തും കൊടുക്കാം. ഇവർക്ക് വേണമെങ്കിൽ നമ്മളുടെ ലോക്കൽ ബോഡീസിലേക്കും പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷനുകളിലേക്കും ടാക്സ് ഡിവോൾവ് ചെയ്യണം എന്ന് പറയാം. അതിനാരും റെസ്ട്രിക്ട് ചെയ്തിട്ടൊന്നുമില്ല. ടാക്സ് ഡിവോൾവ് ചെയ്യുമ്പോൾ വെർട്ടിക്കലി എങ്ങനെ ഡിവോൾവ് ചെയ്യണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സോ വെർട്ടിക്കലി വേണമെങ്കിൽ നമുക്ക് ലോക്കൽ ബോഡീസിലേക്കും കൊടുത്തൂടെ? തീർച്ചയായിട്ടും ലോക്കൽ ബോഡീസിലേക്കും കൊടുക്കാം. സോ അവിടെ ലോക്കൽ ബോഡീസിലേക്ക് കൊടുക്കേണ്ട ഉത്തരവാദിത്വം സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷന് മാത്രമായിട്ട് ഒരു രേഖയിലും ഒരു ആക്ടിലും ലിമിറ്റ് ചെയ്തിട്ടില്ല എന്ന കാര്യം ആദ്യം ഓർക്കുക. ഓക്കെ, then what can local bodies expect from the 16th ഫിനാൻസ് കമ്മീഷൻ? കറന്റ് ലോക്കൽ ബോഡീസിന് എന്താണ്? കറന്റ് ലോക്കൽ ബോഡീസിന് ഫണ്ടുകൾക്ക് കുറവുണ്ട്. ഒരു റിപ്പോർട്ട് പ്രകാരം ഞാൻ മുന്നേ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, 5000 രൂപ തികച്ച് ബഡ്ജറ്റ് ഇല്ലാത്ത എന്തുണ്ട്? ആവറേജ് ബഡ്ജറ്റ് 5000 രൂപ ഇല്ലാത്ത ലോക്കൽ ബോഡീസ് ഉണ്ട്. മനസ്സിലായോ? ആവറേജ് ബഡ്ജറ്റ് കേട്ടോ, അതായത് ടോട്ടൽ ബഡ്ജറ്റ് അല്ല, ആവറേജ് ബഡ്ജറ്റ്. ഇപ്പം നമ്മളുടെ ലോക്കൽ ബോഡീസിന്റെ മൊത്തം ബഡ്ജറ്റുകളെ എണ്ണം വെച്ച് ഹരിച്ചു കഴിയുമ്പോൾ ആവറേജ് ബഡ്ജറ്റ് 5000 രൂപ ഇല്ലാത്ത ലോക്കൽ ബോഡീസ് ഉണ്ട്. എന്നാൽ എന്താണ് ഒരു ഡിസ്ട്രിക്റ്റിന്റെ ബഡ്ജറ്റിനേക്കാൾ കൂടുതൽ ബഡ്ജറ്റുകൾ പ്രൊക്യൂർ ചെയ്യുന്ന ഹൈലി വെൽത്തി ആയിട്ടുള്ള ലോക്കൽ ബോഡീസും ഉണ്ട്. ഓക്കെ, സോ ഇക്കാര്യത്തിൽ എന്ത് ചെയ്യണം? സെൻട്രലിന്റെ ഫണ്ട് ഡിവോൾവ് ചെയ്യുമ്പോൾ കുറച്ച് ഫണ്ട് നമ്മൾ ഈ ഫിനാൻസ് നമ്മളുടെ ലോക്കൽ ബോഡീസിനും കൊടുക്കാനായിട്ട് തയ്യാറാകണം. ഓക്കെ, ലോക്കൽ ബോഡീസ് ടാക്സുകൾ കളക്ട് ചെയ്യുന്നുണ്ട്, പ്രൊഫഷണൽ ടാക്സ് കളക്ട് ചെയ്യുന്നുണ്ട്, എന്റർടൈൻമെന്റ് ടാക്സ് കളക്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള ടാക്സുകളൊക്കെ നമ്മളുടെ ലോക്കൽ ബോഡീസ് കളക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ കുറച്ചും കൂടി പണം പിരിക്കുവാനായിട്ടുള്ള ഉത്തരവാദിത്വം, ദെൻ പണം പിരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ GST ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഒരു ഷെയർ ലോക്കൽ ബോഡീസിലേക്ക് പോകണം എന്നുള്ള രീതിയിലേക്കുള്ള ഉത്തരവാദിത്വം കൂടിയിട്ട് നമ്മൾ കൊടുക്കാനായിട്ട് ഉണ്ട്. ഓക്കെ, ഇപ്പൊ ചില ഡെവല്യൂഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്. എന്താണ്? മോട്ടോർ വെഹിക്കിൾ ടാക്സ്, നമ്മൾ റോഡ് ടാക്സ് എന്ന് പറഞ്ഞിട്ട് വണ്ടി വാങ്ങിക്കുമ്പോൾ 15 വർഷത്തേക്ക് നമ്മൾ ടാക്സ് അടക്കില്ലേ? ഇത് ആർക്കാ പോകുന്നത് ഈ ടാക്സ്? ഈ ടാക്സ് സെൻട്രൽ ഗവൺമെന്റിലാണല്ലോ പോകുന്നത്. സ്റ്റേറ്റ് ഗവൺമെന്റ് ഇത് ചെയ്യും, സെൻട്രൽ ഗവൺമെന്റിലേക്ക് പോകും. സെൻട്രൽ ഗവൺമെന്റ് ഇതിന്റെ 1% എങ്ങടേക്ക് കൊടുക്കുന്നുണ്ട്? സ്റ്റേറ്റ് ഗവൺമെന്റുകളിലേക്ക് കൊടുക്കുന്നുണ്ട്. കാരണം റോഡ് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റോഡ് നന്നാക്കാനായിട്ടുള്ള, അതായത് വണ്ടി പോകുന്ന റോഡുകൾ നന്നാക്കാനായിട്ടുള്ള ടാക്സ്. ദെൻ സ്റ്റേറ്റ് ഗവൺമെന്റ് എന്ത് ചെയ്യും? സ്റ്റേറ്റ് ഗവൺമെന്റ് ഇത് പെർട്ടിക്കുലർലി ആരിലേക്ക് കൂടി ബൈഫർക്കേറ്റ് ചെയ്യും? ഇത് നമ്മളുടെ ലോക്കൽ ബോഡീസിലേക്ക് കൂടിയിട്ട് ബൈഫർക്കേറ്റ് ചെയ്യും. ഓക്കെ, സോ അങ്ങനെ ആ ഒരു ടാക്സ് ഡെവല്യൂഷൻസ് സംഭവിക്കുന്നുണ്ട്. സ്റ്റേറ്റ് ഗവൺമെന്റ് വാങ്ങിക്കുന്ന ടാക്സ് ആരിലേക്ക് ബൈഫർക്കേറ്റ് ചെയ്യും? നമ്മളുടെ ലോക്കൽ ബോഡീസിലേക്കും ബൈഫർക്കേറ്റ് ചെയ്യും. ഓക്കെ, സോ ആ ഒരു കാര്യം കൂട്ടിയിട്ട് നിങ്ങൾ ഓർത്തിരിക്കുക. ദെൻ ബംഗ്ലാദേശ് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ എല്ലാവരും വാർത്തയിൽ അറിഞ്ഞിട്ടുണ്ട്, ഷെയ്ഖ് ഹസീനയ്ക്ക് എന്ത് കൊടുത്തിരിക്കുകയാണ്? ഡെത്ത് സെന്റൻസ് അവാർഡ് ചെയ്തിരിക്കുകയാണ്. ആരാണ് ഡെത്ത് സെന്റൻസ് അവാർഡ് ചെയ്തിരിക്കുന്നത്? ബംഗ്ലാദേശിലെ കോടതിയാണോ? അല്ല, ബംഗ്ലാദേശിലെ ഒരു പ്രത്യേക കോടതിയുണ്ട്. ബംഗ്ലാദേശിലെ സുപ്രീം കോടതിയൊന്നും അല്ല, ബംഗ്ലാദേശിലെ
ഒരു പ്രത്യേക കോടതി, ഇന്റർനാഷണൽ ക്രൈം ട്രിബ്യൂണൽ. ഇന്റർനാഷണൽ ക്രൈം ട്രിബ്യൂണൽ. ആരപ്പ ഇന്റർനാഷണൽ ക്രൈം ട്രിബ്യൂണൽ? അതായത് പാകിസ്ഥാൻ ലിബറേഷൻ അല്ലെങ്കിൽ ബംഗ്ലാദേശ് ലിബറേഷൻ എന്ന് പറയുന്നത്, അതായത് ബംഗ്ലാദേശും പാകിസ്ഥാനും പണ്ട് ബായ് ബായി ആയിരുന്നു, ഒരേ രാജ്യമായിരുന്നു. ദെൻ 1971 കാലഘട്ടങ്ങളിൽ ബംഗ്ലാദേശ് വിമോചന സമരം നടന്നു. ഈ സമരം ചെയ്തു കഴിഞ്ഞപ്പോ ബംഗ്ലാദേശിൽ തന്നെ ചില ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒറ്റ രാഷ്ട്രം മതി നമുക്ക് എന്നുള്ള രീതിയിൽ. ഓക്കെ, അവര് പാകിസ്ഥാൻ ആർമിയോട് ചേർന്നിട്ട് ബംഗ്ലാദേശ് ലിബറേഷൻ ആയിട്ടുള്ള ആളുകളെ തല്ലുകയും കൊല്ലുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അവരെ പേഴ്സിക്യൂട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ട് 2009 ക്രിയേറ്റ് ചെയ്ത ഒരു കോർട്ടാണ് ഇന്റർനാഷണൽ ക്രൈം ട്രിബ്യൂണൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിയായിട്ടുള്ള അവാമി ലീഗാണ് ബംഗ്ലാദേശ് ലിബറേഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഷെയ്ഖ് ഹസീനയുടെ ഫാദറൊക്കെയാണ് നമ്മളുടെ ഈ അവാമി ലീഗിന്റെ പ്രവർത്തകരും. അദ്ദേഹമാണ് ബംഗ്ലാദേശ് ലിബറേഷന് വേണ്ടിയിട്ട് ഒരുപാട് പ്രവർത്തിച്ചിട്ടുള്ള ആളൊക്കെ. ഓക്കെ, സോ ഷെയ്ഖ് ഹസീന അധികാരത്തിൽ 2009 വന്നപ്പോഴാണ് ഈ ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് ക്രിയേറ്റ് ചെയ്തത്. ദെൻ ഷെയ്ഖ് ഹസീനക്കെതിരായിട്ടുള്ള വിധിയും ആരാണ് ഇപ്പൊ കറന്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഈ ഇന്റർനാഷണൽ ക്രിമിനൽ ട്രിബ്യൂണൽ എന്ന് പറയുന്ന കോടതിയാണ്, പ്രത്യേക കോടതിയാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതൊരു കാലത്തിന്റെ ഒരു നോർമലി 2009 ഇങ്ങനെ ഒരു ഇന്റർനാഷണൽ ക്രിമിനൽ ട്രിബ്യൂണൽ ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ ആവശ്യകത എന്തായിരുന്നു എന്നുള്ളതൊക്കെ പലപ്പോഴും വിമർശനത്തിന് വിധേയമായിട്ടുള്ളതാണ്. ഓക്കെ, സോ അത് എതിർ പാർട്ടിക്കാരെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഇത് ക്രിയേറ്റ് ചെയ്തതെന്നൊക്കെ വിമർശനങ്ങൾ അന്നേ ഉയർന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, പക്ഷെ അതുമായിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു. ദെൻ പുതിയ ആളുകൾ വന്നപ്പോ, അതായത് ഷെയ്ഖ് ഹസീന എങ്ങനെയാണ് അവരുടെ പൊളിറ്റിക്കൽ റൈവലറീസിനെ തകർക്കാൻ ശ്രമിച്ചത്, അതേ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഷെയ്ഖ് ഹസീനയെയും കറന്റ് തകർക്കാനായിട്ട് ശ്രമിച്ചിരിക്കുകയാണ്. ദെൻ ഇന്ത്യയുടെ സ്റ്റാൻഡ്, കറന്റ് ഷെയ്ഖ് ഹസീന ഇന്ത്യയിലാണ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇന്ത്യൻ എക്സ്പേർട്ടുകൾക്ക് അതിൽ സംശയമൊന്നുമില്ല, പക്ഷെ ഒഫീഷ്യലി അങ്ങനെ ഒരു രേഖകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓക്കെ, ഇന്ത്യയിലാണെന്നാണ് ഷെയ്ഖ് ഹസീന സാധാരണ ജനങ്ങൾ വിശ്വസിക്കപ്പെടുന്നു. ഷെയ്ഖ് ഹസീനയല്ല, സാധാരണ ജനങ്ങൾ. അപ്പോ ഇന്ത്യ ഷെയ്ഖ് ഹസീനയെ തിരിച്ചു കൊടുക്കുമോ, അല്ലെങ്കിൽ എന്തായിരിക്കും ഇനിയുള്ള ഒരു ഡിപ്ലോമാറ്റിക് മിഷൻ? ഇന്ത്യ ഷെയ്ഖ് ഹസീനയെ തിരിച്ചു കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ ചൈന ബംഗ്ലാദേശിനോട് കയറിയിട്ട് പറയും, ഇവന്മാര് ഷെയ്ഖ് ഹസീനയൊന്നും തിരിച്ചു തരില്ല, നമ്മൾ ഇത്രയും സുഹൃത്തുക്കളല്ലേ എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ അവിടെ ഒരു പോർട്ടൊക്കെ ബിൽഡ് ചെയ്ത് കൊടുക്കും നമ്മളുടെ ചൈന. അപ്പോ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ഒരു ബന്ധം അവിടെ ഉലയും. അപ്പോ ഇന്ത്യ എന്ത് ചെയ്യും? ഷെയ്ഖ് ഹസീനയെ തിരിച്ചു കൊടുക്കും. ഷെയ്ഖ് ഹസീനയെ ഭരിച്ചിരുന്ന കാലത്ത് ഷെയ്ഖ് ഹസീനയായിട്ട് ഇന്ത്യക്ക് ഒരുപാട് നല്ല ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ ടീസ്റ്റാ സെറ്റിൽമെന്റ് ഒക്കെ സെറ്റിൽ ചെയ്യാനായിട്ട് മുൻപന്തിയിൽ പല ഡിസ്കഷനുകളും നടന്നിരുന്നത് ഷെയ്ഖ് ഹസീനയുടെ കാലഘട്ടങ്ങളിലാണ്, ബ്രഹ്മപുത്ര റിവറുമായി ബന്ധപ്പെട്ടിട്ട്. ദെൻ കോൺക്ലേവുകൾ, ഇന്ത്യ കുറെ കോൺക്ലേവുകൾ ആർക്ക് കൊടുത്തു? ഏരിയാസ്, കോൺക്ലേവ് ആയിട്ടുണ്ടായിരുന്ന ഏരിയാസ് പാകിസ്ഥാനല്ല ബംഗ്ലാദേശിന് വിട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു. സോ ആ സമയത്തെല്ലാം നമ്മൾ ഷെയ്ഖ് ഹസീനയും പുത്രനുമായിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നത്. സോ അത്രയും നല്ല ബന്ധം ഉണ്ടായിരുന്നു ഷെയ്ഖ് ഹസീനയായിട്ട്. സോ അതെല്ലാം നമ്മൾ നിർത്തലാക്കുക എന്നുള്ളതൊക്കെയാണ് ഇനി നമ്മൾ കണ്ടറിയേണ്ട കാര്യങ്ങൾ. സോ ഇതെല്ലാമാണ് ഇന്നത്തെ കറന്റ് അഫയേഴ്സിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി മെസ്സേജ് അയക്കുക, കമന്റുകളായിട്ടൊക്കെ രേഖപ്പെടുത്തുക. ഓക്കെ, താങ്ക് യു.